നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മിസ് കോൾ അടിച്ചാൽ BJP മെമ്പർഷിപ്പ് കിട്ടുന്നത് പോലെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന് VS സുനിൽകുമാർ. ചട്ടങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഘൂകരിച്ചു. വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താൻ കമ്മീഷൻ തയ്യാറാകണമെന്നും VS സുനിൽകുമാർ. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച വീട്ടമ്മയും രംഗത്ത്. വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സ്ഥിരീകരിക്കുന്നതെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കൽപ്പാത്തിയിൽ വ്യാപാരികളും യുവാക്കളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് കത്രിക കൊണ്ട് കുത്തേറ്റു. സംഘർഷം കൽപ്പാത്തി കുണ്ടമ്പലത്തിനു സമീപം. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ലെന്ന് പോലീസ്. വയലി മഴോത്സവത്തിന് സമാപനം. മഴ പ്രമേയമാക്കി സംഘടിപ്പിച്ച വിവിധ പരിപാടികൾക്ക് സമാപനം കുറിച്ചത് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ. മഴോത്സവം നിളയോര ഗ്രാമങ്ങൾക്ക് വേറിട്ട അനുഭവമായി. വാർത്തകൾ വിശദമായി. മിസ് കോൾ അടിച്ചാൽ BJP മെമ്പർഷിപ്പ് കിട്ടുന്നത് പോലെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. വോട്ടർ പട്ടികയിലെ ചട്ടങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഘൂകരിച്ചു. വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ മീഡിയകൾ കൃത്യമായി നേരിട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്നു. 24 ചാനൽ, റിപ്പോർട്ടർ, മീഡിയ വൺ, ഇവർ പിന്നെ എല്ലാ ചാനലുകളും ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ സമീപനം വളരെ നിരുത്തരവാദപരമാണെന്ന് പറയേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തിപരമല്ല. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ കേരളത്തിലെ അതിൻ്റെ ചീഫിനോട് വളരെ സ്നേഹവും ആദരവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്ന, ഇന്നലെ എനിക്ക് അയച്ചിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളൊരു സത്യവാങ്മൂലം കൊടുത്തൊരു തെളിവ് തരണം എന്നാണ്. എന്താണ് സത്യവാങ്മൂലം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ തെറ്റായ വിവരമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാരതീയ ന്യായ സംഹിതയുടെ ഇന്ന വകുപ്പ് പ്രകാരം നിങ്ങൾക്കെതിരെ ശിക്ഷ ഉണ്ടാവുന്നതാണ്. അപ്പോൾ സത്യത്തിൽ ഞാനൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ വിവരം വെച്ച് എനിക്കെതിരെ എന്നെപ്പറ്റി ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കാൻ വ്യഗ്രത കാണിച്ച ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും ഗുരുതരമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സുവോമോട്ടോ അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിക്കലാണ് അതിൻ്റെ സൗന്ദര്യം ശരിയെന്ന് പറയുന്നത്. അതിന് പകരം ഞങ്ങളൊക്കെ ഇനി സത്യവാങ്മൂലം കൊടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, സത്യവാങ്മൂലം കൊടുത്തിട്ടാണെങ്കിലും ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവരും. ഈ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ഇലക്ഷൻ ക്യാൻസലാക്കാൻ വേണ്ടി ഒന്നല്ല ഞാൻ പറയുന്നത്. അതിനുവേണ്ടിയുള്ള കേസ് വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈക്കോടതിയിൽ ആ കേസ് കൊടുത്തിട്ടുണ്ട്. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് വീട്ടമ്മ രംഗത്ത്. തങ്ങളറിയാതെ തങ്ങളുടെ മേൽവിലാസത്തിൽ 6 വോട്ടുകൾ ചേർത്തെന്നാണ് വീട്ടമ്മയായ പ്രസന്ന അശോകന്റെ ആരോപണം. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ 4C ഫ്ളാറ്റിൽ തന്നെ കൂടാതെ 6 പേരുടെ വോട്ടുകളാണ് ചേർത്തത്. പൊതുപ്രവർത്തകർ ഇടപെട്ട് തന്നെ കൊണ്ട് പരാതി നൽകിയിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ഇവർ പറഞ്ഞു. അപ്പോൾ അന്ന് ഇതേക്കുറിച്ച് വല്ല അറിഞ്ഞിരുന്നോ? അന്ന് ഇതൊന്നും അറിയില്ലായിരുന്നില്ല. ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഇതിൻ്റെ പേരിലാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നില്ല. പിന്നീടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട്. കണ്ടിട്ട് ഇതിൻ്റെ പേരിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പരാതിയിൽ ഒപ്പിട്ട് തരാൻ പറ്റുമെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പരാതിയിൽ അന്വേഷണം ഒന്നും ഉണ്ടായി? പിന്നെ എന്താണെന്ന് നമ്മുടെ എത്തിക്കുന്ന ആരും പിന്നെ വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഈ പറയുന്ന ആള് ഈ ഹൗസ് ഓണർ ഒന്നും അല്ലല്ലോ. ഈ പറഞ്ഞ നമുക്ക് ഒരു തരത്തിലും പരിചയമുള്ള ആളുകളും അല്ല. അന്ന് പരാതി കൊടുത്തെങ്കിലും പിന്നെ ഒന്നും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പാർട്ടിക്കാരായിട്ട് ഞാൻ അന്വേഷിച്ചിട്ടൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മുടെ എത്തിക്കൊന്നും വന്നിട്ടില്ല. തൃശൂരിലെ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സ്ഥിരീകരിക്കുന്നതെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണത്തിന് തയ്യാറാകണം. രാജ്യത്തുടനീളം BJP നടത്തിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി തൃശൂരിലും നടന്നെന്നാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഞങ്ങളിത് മുന്നേ സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ്. അതായത് ക്രമക്കേട് നടന്നു എന്നുള്ളതിൻ്റെ പ്രാഥമികമായ തെളിവുകളാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. അത് ഇന്ന് ആ വീട്ടമ്മ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ തന്നെ 9 വോട്ടുകൾ അഡീഷണൽ ആയിട്ട് വരുന്നതായി കാണാം. നമ്മളപ്പുറത്ത് ഒരു വീട്ടിൽ 11 വോട്ട് സുരേഷ് ഗോപി ചേർത്തി പിന്നീട് അത് പോകുന്നു. സമാനമായ രീതികളിൽ ഞങ്ങൾ കൊടുത്ത പരാതികൾ ഞങ്ങൾ ഓൾറെഡി പരാമർശിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇത് ചേർത്തുന്ന സമയത്ത് ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്ന BLOമാർ തൊട്ട് ജില്ലാ കളക്ടർ വരെയുള്ളവരുടെ നടപടികൾ
അതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്രമക്കേട് നടന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ക്രമക്കേട് എന്നുള്ളത് കാണിക്കുമ്പോൾ ഇന്ന് അറ്റത്ത് കേരളത്തിലെ BJPയുടെ ഒരു MP ജയിച്ച തൃശ്ശൂരിലും അതുണ്ട് എന്നുള്ളത് ഞങ്ങൾ അതിൻ്റെ പ്രാഥമികമായ ആ തെളിവ് സഹിതം ഞങ്ങൾ പറയാം. ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നത് നിങ്ങൾ പരാതി കൊടുക്കുക അല്ലെങ്കിൽ പരാതി കൊടുത്തില്ലല്ലോ എന്നുള്ളതല്ല. ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും പേർക്കെതിരെ പരാതി കൊടുത്തു. പക്ഷെ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വോട്ടർ പട്ടിക ശുചീകരിക്കുക എന്നുള്ളത് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. അവരെ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. ദേ ബൗണ്ട് ടു ഡു ദാറ്റ്. അതാണ് ഞങ്ങളുടെ വെർഷൻ. അവർ ചെയ്തേ പറ്റൂ, അവർ ചെയ്യാൻ ഉത്തരവാദികളാണ്. അപ്പൊ അത് അവർ ചെയ്യാതെ കണ്ട് BJP നിങ്ങൾ പരാതി കൊടുക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഞങ്ങൾ കണ്ട് കിട്ടിയതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ഞങ്ങൾ ഇതിന്റെ പരിശോധന ആദ്യം തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലെ പിന്നെ ഈ 3 മണ്ഡലങ്ങളിൽ നിന്ന് ഞങ്ങൾ ആരംഭിക്കും. അതിൽ തുടർ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. പാലക്കാട് കൽപ്പാത്തിയിൽ വ്യാപാരികളും യുവാക്കളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് കത്രിക കൊണ്ട് കുത്തേറ്റു. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. കൽപ്പാത്തി കുണ്ടമ്പലത്തിനു സമീപത്ത് വെച്ചായിരുന്നു സംഘർഷം. തോണിപ്പാളയം സ്വദേശി 22 വയസ്സുള്ള വിഷ്ണു, സുന്ദരം കോളനി സ്വദേശികളായ 29 വയസ്സുള്ള ഷാജി, 31 വയസ്സുള്ള ഷമീർ എന്നിവർക്കാണ് കുത്തേറ്റത്. കൽപ്പാത്തി കുണ്ടമ്പലത്തിന് സമീപത്ത് വെച്ചായിരുന്നു സംഘർഷം. അമ്പലത്തിലെത്തിയ യുവതിയോട് പൂവ് വേണോ എന്ന് പൂക്കച്ചവടക്കാരനായ യുവാവ് ചോദിച്ചതിനെ ചൊല്ലിയായിരുന്നു സംഘർഷമെന്ന് പോലീസ് പറഞ്ഞു. കുത്തേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പരിക്ക് സാരമുള്ളതല്ല. അതേസമയം ആക്രമണം നടത്തിയ മുണ്ടൂർ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ സുഹൃത്തുക്കൾക്കായി അന്വേഷണം ആരംഭിച്ചതായി പാലക്കാട് നോർത്ത് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കണയം വല്ലപ്പുഴ റോഡിൽ മണ്ണാരംപാറ കയറ്റത്തിൽ ഭാരം കയറ്റി വന്ന ലോറി മണിക്കൂറുകളോളം കുടുങ്ങി. അമിതഭാരമാണ് ലോറി കുടുങ്ങാൻ കാരണമായത്. കയറ്റം കയറാൻ കഴിയാതെ ലോറി പിന്നിലേക്ക് നീങ്ങി പാതയുടെ അറ്റം ചേർന്നാണ് നിൽക്കുന്നത്. ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്നതുവരെ ഇരുചക്ര വാഹനങ്ങൾ, ചെറിയ കാറുകൾ, ഓട്ടോറിക്ഷകൾ എന്നിവയ്ക്ക് മാത്രമേ ഈ വഴി പോകാൻ പാതയിൽ സ്ഥലമുള്ളൂ. വാടനാംകുറിശി മേൽപ്പാലം സർവീസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പാതയിലൂടെയാണ് അമിതഭാരം കയറ്റിയ ലോറികൾ കടത്തിവിടുന്നത്. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ അടുത്തിടെ നവീകരണം പൂർത്തിയാക്കിയ കണയം മുതൽ കല്ലുരുട്ടി വരെയുള്ള റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാവുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളത്തിലെ ഉത്സവങ്ങളിൽ നാട്ടാനാക്ഷാമം പരിഹരിക്കണമെന്ന് പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം. കേരളത്തിൽ ഇപ്പോൾ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നാട്ടാനകളുടെ എണ്ണം 200-ൽ താഴെ മാത്രമാണെന്ന് ആനപ്രേമി സംഘം പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം ചൂണ്ടിക്കാട്ടി. കേരളത്തിലാകെ വനംവകുപ്പിൽ രജിസ്റ്റർ ചെയ്ത ക്ഷേത്ര ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, പള്ളി നേർച്ചകൾ എന്നിങ്ങനെ ആനയെ ഉപയോഗിക്കുന്ന ഉത്സവങ്ങൾ മാത്രം 15,000-ലധികമുണ്ട്. അംഗീകൃതമല്ലാത്ത 20,000-ലധികം പരിപാടികളിലും ആനയെ ഉപയോഗിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. ഈ ഉത്സവങ്ങളിൽ എല്ലാം കൂടി നേരിട്ടുമല്ലാതെയുമായി കേരളത്തിൽ 10,000 കോടി രൂപയിലധികം സാമ്പത്തിക ഇടപാടും നടക്കുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന പങ്ക് വലുതാണ്. എന്നാൽ ഇന്ന് ഉത്സവങ്ങളിൽ ഉപയോഗിക്കാവുന്ന നാട്ടാനകളുടെ എണ്ണം 200-ൽ താഴെ മാത്രമാണ് കേരളത്തിലുള്ളതെന്ന് ആനപ്രേമി സംഘം ചൂണ്ടിക്കാട്ടി. ഓരോ വർഷവും സെപ്റ്റംബർ മാസം തുടങ്ങി മെയ് മാസം അവസാനിക്കുന്ന ഉത്സവങ്ങൾ നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇത്രയും ഉത്സവങ്ങൾ സുഗമമായി നടത്തുന്നതിന് ചുരുങ്ങിയത് 500 ആനകളെങ്കിലും ആവശ്യമാണ്. അതിനാൽ 2023 വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം അനുസരിച്ച് കേരളത്തിന് പുറത്തുനിന്നും കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരുന്നതിനുള്ള അനുമതി നൽകണം. ആവശ്യമെങ്കിൽ കേരളത്തിലെ നാട്ടാന പരിപാലന ചട്ടം ഭേദഗതി ചെയ്യാനും സർക്കാർ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങലിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സെക്രട്ടറി ഗുരുജി കൃഷ്ണ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഉത്സവ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വിശദീകരിച്ചു. ഭാരവാഹികളായി ഹരിദാസ് മച്ചിങ്ങൽ പ്രസിഡന്റ്, ഗുരുജി കൃഷ്ണ സെക്രട്ടറി, ഗിരീഷ് പോൽപ്പുള്ളി ഖജാൻജി തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വയലി മഴോത്സവത്തിന് ചെറുതുരുത്തി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സമാപന പരിപാടികൾ സ്വാമി അധ്യാത്മാനന്ദ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫിനെ കുരുത്തോലയിൽ തീർത്ത കിളിയെ സമ്മാനിച്ചായിരുന്നു ഉദ്ഘാടനം. ഹരിതാഭ പകരാനും അതുപോലെ ജല സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു യാത്ര ചെയ്യേണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറിച്ച വരികൾ
അന്ന് അവിടെ പാടിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയും പാടുക അതാവും ഇങ്ങനെയൊരു സമാഗമത്തിൽ ഉചിതമായ കാര്യം എന്ന് വിചാരിക്കട്ടെ. പുഴമൊഴി എന്നാണ് കുറിച്ചത്. പുഴ പറയും കഥയറിയാം തന്നുടയുറവിടമാതുമനാമയ സാഗര സവിധേ ചെന്നുലയിപ്പതിനുള്ളൊരൊഴുക്കിൻ നിരുപമമുജ്വലഗതിയും പൊരുളുമറിഞ്ഞിടാം. പുഴ പറയും കഥയറിയാം തന്നുടയുറവിടമാകുമനാമയ സാഗര സവിധേ ചെന്നുലയിപ്പതിനുള്ളൊരൊഴുക്കിൻ നിരുപമമുജ്വലഗതിയും പൊരുളുമറിഞ്ഞിടാം. വയലി ഡയറക്ടർ വിനോദ് അധ്യക്ഷത വഹിച്ചു. ഉത്തമൻ കാടംചേരി, ശശി മേനോൻ എന്നിവരുടെ മഴ പുഴ പ്രകൃതി പ്രമേയമായ ഫോട്ടോഗ്രാഫി പ്രദർശനം, കെ ഉണ്ണികൃഷ്ണൻ വയലിയുടെ കുരുത്തോല കൈവേല പരിശീലനം, വയലി പ്രവർത്തകരും കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച പാട്ടും പറച്ചിലും, കൂടിയാട്ടം, കുടച്ചോഴി, വീരനാട്യം, നാടോടി നൃത്തം, കഥകളി, ഓട്ടൻതുള്ളൽ, കലാമണ്ഡലത്തിലെ അരകവ്യൂഹം മ്യൂസിക് ബാൻഡ്, കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ ചിട്ടപ്പെടുത്തിയ വഹർഷം, ആനന്ദത്തിൻ്റെ ഒരു താളനൃത്തം, വയലി മുളവാദ്യ സംഗീതം, നാടൻ കലാരൂപങ്ങളുടെ അവതരണം എന്നിവയോടെ മഴോത്സവം 2025 സമാപനമായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തക യോഗവും മെമ്പർഷിപ്പ് വിതരണവും ചെറുതുരുത്തിയിൽ നടന്നു. AKTA വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി MT രമ്യ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണവും പ്രവർത്തക യോഗവും നടന്നു. ചെറുതുരുത്തി യൂത്ത് വെൽഫെയർ സെന്ററിൽ നടന്ന യോഗം അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി MT രമ്യ ഉദ്ഘാടനം ചെയ്തു. ഒരു പരിധി വരെ അതെല്ലാ വളർച്ചയും ഒപ്പെത്തി. അതിൻ്റെ ഭാഗമായി നമുക്ക് വാർഷിക സാന്ത്വന പദ്ധതിയുടെ എമൗണ്ട് കുറച്ചു. ഇനി വരും കാലയളവുകളിൽ സാന്ത്വന പദ്ധതിയിലേക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാതെ ഇങ്ങോട്ട് നമുക്ക് ആനുകൂല്യം കിട്ടുന്ന രീതിക്ക് ആ വളർച്ചയെ നമ്മളൊപ്പം നിർത്തി പോരാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഇവിടെ ഓഫീസിൽ ഓഗസ്റ്റ് 1-ാം തീയതി ടൈലർ ടച്ചിൻ്റെ TLT ഉൽപ്പന്നത്തിൻ്റെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓഫീസിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനെ ഇപ്പോൾ വന്ന പ്രൊഡക്റ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് എത്തിയിട്ടില്ല. അതിൻ്റെ ഭാഗമായി ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ ഓഫീസ് തുറന്നിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ അംഗങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് അവിടെ വരിക. ടൈലർ ടച്ചിൻ്റെ രീതി അങ്ങനെയാണ് പോകുന്നത്. ചടങ്ങിൽ അംഗത്വ വിതരണവും ഉണ്ടായിരുന്നു. ഏരിയ പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മറ്റു ഭാരവാഹികളായ AP സൗദാമിനി, VV ശാന്തി, PR സരള, C രതി, M ദാമോദരൻ, KV നീലിന, M സുശീല തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി KV രജനി സ്വാഗതവും ട്രഷറർ CR ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട്ട് എക്സൈസ് ജീവനക്കാരുടെ കുടുംബ സംഗമവും 29ാമത് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ എക്സൈസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെയും കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെയും എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തസ്രാക്കിൽ OV വിജയൻ സ്മാരക ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. 4, 7, 10, 12 എന്നീ ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ എക്സൈസ് വകുപ്പിലെ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും തുടർന്ന് കുടുംബ സംഗമവും നടത്തി. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി VP മഹേഷ് സ്വാഗതം പറഞ്ഞു. എക്സൈസ് എംപ്ലോയീസ് സഹകരണ സംഘം പ്രസിഡന്റ് MN സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പാലക്കാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനീത് രവി,
കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ KR അജിത്ത്, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TB ഉഷ, ജില്ലാ സെക്രട്ടറി V കലാധരൻ, പ്രസിഡന്റ് C സുഭാഷ്, K ജഗജിത്ത്, N സുനിത തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബസംഗമത്തോടനുബന്ധിച്ച് പ്രണവം ശശി നയിച്ച കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഓങ്ങല്ലൂർ വില്ലേജ് സമ്മേളനം ഓങ്ങല്ലൂർ EMS സ്മാരക മന്ദിരത്തിൽ നടന്നു. പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം ചിത്ര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഓങ്ങല്ലൂർ വില്ലേജ് സമ്മേളനം ഞായറാഴ്ച ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം CP ചിത്ര ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 1981 അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രൂപം കൊള്ളുന്നത്. സംഘടന റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ സഹവാനങ്ങളെ പറ്റിയൊക്കെ പറയും. അതിന് മുമ്പ് തന്നെ എത്രയോ പെൺകരുത്തിൻ്റെ മാതൃകകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ പല തരത്തിലുള്ള കൂട്ടച്ചേരലുകളും നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് പേരുടെ ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിലൊരു അഖിലേന്ത്യാ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം അംഗസംഖ്യയുള്ള സ്ത്രീകളുടെ പ്രസ്ഥാനമായിട്ട് വില്ലേജ് പ്രസിഡന്റ് സതീദേവി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ആനന്ദവല്ലി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രതി ഗോപാലകൃഷ്ണൻ, രമ, പ്രജിത, മാലതി, പുഷ്പലത, സതി, ഷിജില, ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ 23-ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗണേഷ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. കൗൺസിലർ നന്ദകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭ 23-ാം വാർഡ് വികസന സമിതിയും ഗണേശഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായാണ് ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗണേശഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ്. ഷൊർണൂർ നഗരസഭാ കൗൺസിലർ നന്ദകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഭാഗമായി ആരോഗ്യമിത്ര പദ്ധതിയും അതുപോലെ തന്നെ ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ അവരുടെ ഈ നാടിനോടുള്ള പ്രതിബദ്ധത, ഒരുപാട് പരിപാടികൾ NSS കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്താറുണ്ട്. അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഗണേശഗിരി സ്കൂള് അവർ ഒന്നും കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പ് സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കണ്ണാശുപത്രി PRO പ്രിൻസ് പദ്ധതി വിശദീകരണം നടത്തി. അധ്യാപിക ഹസൻ ബാനു, VK സതീശൻ, ഡോക്ടർ അനുപമ, സുധീർ മാസ്റ്റർ, സരിത, രാജ്കുമാർ എന്നിവർ സംസാരിച്ചു. ഉച്ചവരെ നടന്ന ക്യാമ്പിന് ഡോക്ടർ അനുപമ നേതൃത്വം നൽകി. 100ഓളം പേർ ചികിത്സ തേടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മിസ് കോൾ അടിച്ചാൽ BJP മെമ്പർഷിപ്പ് കിട്ടുന്നത് പോലെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന് VS സുനിൽകുമാർ. ചട്ടങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഘൂകരിച്ചു. വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താൻ കമ്മീഷൻ തയ്യാറാകണമെന്നും VS സുനിൽകുമാർ. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച വീട്ടമ്മയും രംഗത്ത്. വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സ്ഥിരീകരിക്കുന്നതെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കൽപ്പാത്തിയിൽ വ്യാപാരികളും യുവാക്കളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് കത്രിക കൊണ്ട് കുത്തേറ്റു. സംഘർഷം കൽപ്പാത്തി കുണ്ടമ്പലത്തിന് സമീപം. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ലെന്ന് പോലീസ്. വയലി മഴോത്സവത്തിന് സമാപനം. മഴ പ്രമേയമാക്കി സംഘടിപ്പിച്ച വിവിധ പരിപാടികൾക്ക് സമാപനം കുറിച്ചത് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ. മഴോത്സവം നിളയോര ഗ്രാമങ്ങൾക്ക് വേറിട്ട അനുഭവമായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.